رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين وقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 23 മുതലുള്ള ആയത്തുകളുടെ തഫ്സീർ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ആയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ കുൻതും ഫി റൈബിൻ മിമ്മ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സാദിഖീൻ ഫഇൻ ലം തഫഅലൂ വലൻ തഫഅലൂ فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. وإن كنتم നിങ്ങളാണെങ്കിൽ في ريب സംശയത്തിലാണെങ്കിൽ മിമ്മ നസ്സൽന നാം അവതരിപ്പിച്ചതേതോ അതേക്കുറിച്ച് അല അബ്ദിന നമ്മുടെ അടിമക്ക് അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ ഈ ദീനിൽ നിങ്ങൾ സംശയാലുക്കനാണെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി അതുപോലുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക. ഉദ്ഉ ശുഹദാഅക്കും നിങ്ങൾ അതിനുള്ള നിങ്ങളുടെ സാക്ഷികളെയും വിളിച്ചുകൊള്ളുക. ഭാഷയിൽ അപാരമായ കഴിവുള്ള ഈ കൊണ്ടുവന്നതും ഖുർആനും ഒരേ നിലവാരത്തിലുള്ളതാണ് എന്ന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന സാക്ഷികളെയും നിങ്ങൾ കൊണ്ടുവരിക. മിൻ ദൂനില്ലാഹ് അള്ളാഹുവിന് പുറമെയുള്ള ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യസന്ധനാണ് എങ്കിൽ. നോക്കൂ, പരിശുദ്ധ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ അള്ളാഹു ഖുർആനിൽ വെല്ലുവിളിച്ചു. അതിലെ 10 സൂറത്തുകൾ പോലെ 10 സൂറത്തുകൾ കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിച്ചു. ഒരു സൂറത്ത് പോലൊന്ന് കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിച്ചു. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ മക്കിയത്തായ ആയത്തുകളിലാണുള്ളത്. ഈ വെല്ലുവിളികളെല്ലാം സൂറത്തുൽ ഖസസിൽ, ഇസ്റായിൽ, സൂറത്തു ഹൂദിൽ, സൂറത്തു യൂനുസിൽ ഒക്കെ റബ്ബിൻ്റെ ഈ തഹദ്ദി, ഈ വെല്ലുവിളി ആവർത്തിച്ച് കാണാം. സൂറത്തുൽ ഖസസിൽ, സൂറത്തുൽ ഇസ്റായിൽ, സൂറത്തു ഹൂദിൽ, സൂറത്തു യൂനുസിൽ ഈ ആയത്തുകളെല്ലാം മക്കിയത്തായ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. അഥവാ ശത്രുക്കൾക്ക് നടുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഈ ഖുർആനിലെ വെല്ലുവിളി ആളുകൾ കേൾക്കുകയാണ്. അതല്ലാതെ എതിരാളികളില്ലാത്തിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പറഞ്ഞതല്ല ഇത്. എതിരാളികൾക്ക് നടുവിൽ നിന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹുൻ്റെ നബിമാർ അങ്ങനെയായിരുന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹുൻ്റെ നബിമാർ എതിരാളികളുടെ, നിഷേധികളുടെ, മുശ്രിക്കുകളുടെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊള്ളൂ. സുമ്മലാ തുൻദിറൂൻ എനിക്കൊരവധിയും നൽകേണ്ടതില്ല, കാണിക്കൂ നിങ്ങളുടെ ഇലാഹുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നിങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ആ ഭരമേൽപ്പിക്കലിൻ്റെ അതിൻ്റെ എല്ലാ ശക്തിയോടെയും അള്ളാഹുവിൻ്റെ നബിമാർ ആളുകളോട്, എതിരാളികളോട് പറഞ്ഞത് കാണാം. നിങ്ങൾ നോക്കൂ, അത് അള്ളാഹുവിൻ്റെ നബിമാരുടെ, അവൻ്റെ റസൂലുകളുടെ അചഞ്ചലമായ, ഒരിക്കലും പതറാത്ത അവരുടെ റബ്ബിലുള്ള ഉറപ്പും അവരുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയുമാണ് അറിയിക്കുന്നത്. അത് നിസ്സാരമായ കാര്യമല്ല. കാരണം
അള്ളാഹു അവരെ നിയോഗിച്ച സമൂഹം അവരെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നവരായിരുന്നില്ല. മറിച്ച് പരിഹസിക്കുന്നവർ, കൂക്കി വിളിക്കുന്നവർ, ദുഷ്പേരുകൾ വിളിക്കുന്നവർ, മർദ്ദിക്കുന്നവർ, ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നവർ, കല്ലെറിയുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് നടുവിൽ അള്ളാഹുവിൻ്റെ റസൂലുകൾ നിന്ന നിൽപ്പ് അത് അപാരമായ നിൽപ്പാണ്. അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലാക്കിയ ആയത്തുകളിൽ ഉള്ളതുപോലെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ നുബ്ബിഅ ബിഇഖ്റ വ ഉർസില ബിൽ മുദ്ദസ്സിർ, സൂറത്തു അൽ അലഖിലെ ആദ്യത്തെ ആയത്തുകൾ മുഖേന നബിയായി, ഇഖ്റ ബിസ്മി തുടങ്ങുന്ന 5 ആയത്തുകൾ കൊണ്ട് നബിയായി, മുദ്ദസ്സിറിൽ ആദ്യത്തെ ആയത്തുകൾ കൊണ്ട് റസൂലായി, ജനങ്ങൾക്ക് താക്കീത് നൽകാൻ നിയോഗിക്കപ്പെട്ടവരായി. ആ ആയത്തുകളിലുള്ളത് നോക്കൂ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ചു മൂടിക്കിടക്കുന്നവനെ, ഖും ഫഅൻദിർ, ഖും എഴുന്നേറ്റ് നിൽക്കുക, ഫഅൻദിർ ജനങ്ങൾക്ക് താക്കീത് നൽകുക. പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ആ കൽപ്പന നിറവേറ്റി, ഖും എഴുന്നേറ്റ് നിൽക്കുക, ഇങ്ങനെ കിടക്കരുത്, എഴുന്നേറ്റ് നിൽക്കുക, താക്കീത് നൽകുക എന്ന അള്ളാഹുവിൻ്റെ ആയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടനുസരിച്ച് എഴുന്നേറ്റ് ഈ ദഅവത്തുമായി, ഈ മുന്നറിയിപ്പുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിന്ന നിൽപ്പാണ്, ആ നിന്ന ഒരു നിൽപ്പാണ് അവിടുത്തെ അവസാന ശ്വാസം വരേക്കും ജനങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ട് അവരെ ഈ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിന് മുന്നിൽ വരുന്ന ഒരു എതിർപ്പിനെയും വകവെക്കാതെ, ഒരു ഭീഷണിക്കും വഴങ്ങാതെ, ഒരു പ്രലോഭനത്തിനും മനസ്സ് കൊടുക്കാതെ നിന്ന നിൽപ്പാണ്. ഖും ഫഅൻദിർ എന്ന റബ്ബിൻ്റെ കൽപ്പന നിറവേറ്റിക്കൊണ്ട് ഏറ്റവും നല്ല ഖിയാം, ഏറ്റവും നല്ല നിൽപ്പ് ആ ദഅവത്തുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും ഒഴിവാക്കിയില്ല. നബിയുടെ പ്രബോധിതരിൽ എല്ലാവരും ഉണ്ടായിരുന്നു. രാജാക്കന്മാരുണ്ടായിരുന്നു, പ്രജകളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, പ്രായമേറിയവരുണ്ടായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അടിമകളുണ്ടായിരുന്നു, സ്വതന്ത്രരുണ്ടായിരുന്നു. ഖും ഫഅൻദിർ എന്ന റബ്ബിൻ്റെ കൽപ്പന. അതുപോലെ നോക്കൂ, എതിരാളികൾക്ക് നടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ ഓതുകയാണ്. കൊണ്ടുവരൂ, ഈ ഖുർആൻ പോരൊന്ന് സാധ്യമല്ല. കാരണം ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. അലിഫ് ലാം മീം കിതാബുൻ ഉഹ്കിമത് ആയാതുഹു ثم فصلت من لدن حكيم خبير. അലിഫ് ലാം മീം കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, ഈ കിതാബിൽ ആയത്തുകൾ അത് ഉഹ്കിമത്ത്, അത് ഖണ്ഡിതമായ ആയത്തുകളാണ്, കൃത്യമായ ആയത്തുകളാണ്. ثم فصلت, ഇതിൻ്റെ ആശയം അത് വിശദമാക്കപ്പെട്ടിരിക്കുന്നു. മിൻ ലദുൻ ഹക്കീമിൻ ഖബീർ, ഹക്കീമായ എല്ലാ യുക്തിയുമുള്ളവനിൽ നിന്ന് അവതീർണമായതാണിത്. ഖബീറുൻ മിൻ ലദുൻ ഹക്കീമിൻ ഖബീർ, ഖബീറായവനിൽ നിന്ന്, ഏറ്റവും സൂക്ഷ്മമായി സകലതും അറിയുന്നവനിൽ നിന്ന് അവതീർണമായതാണിത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിൻ്റെ പദപ്രയോഗങ്ങൾ പോലെയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ടുവരിക സാധ്യമല്ല, അതിൻ്റെ അടുത്തുപോലും എത്തുക കഴിയില്ല. ഇതിൽ പറഞ്ഞ ആശയം, ആ ആശയങ്ങളോട് കിടപിടിക്കുന്ന ആശയം കൊണ്ടുവരാൻ സാധ്യമല്ല, അതിൻ്റെ അടുത്തുപോലും എത്തുക ഒരിക്കലും സാധ്യമല്ല. ഈ ഖുർആനിലെ അത്ഭുതങ്ങൾ അവസാനിക്കാത്തതാണ്. അതിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണമുണ്ട്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം ഏറ്റവും മനോഹരമാണ്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനം ഏറ്റവും കൃത്യമാണ്. അതിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, വരുമെന്ന് പറഞ്ഞത്, അതിൻ്റെ കാലമെത്തിയതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞതെന്തോ അതുപോലെ സംഭവിച്ചിരിക്കുന്നു. എല്ലാ ഖൈറും ഈ ഖുർആനിലൂടെ റബ്ബ് കൽപ്പിച്ചു. എല്ലാ ഷർറിൽ നിന്നും ഈ ഖുർആനിലൂടെ റബ്ബ് താക്കീത് നൽകി. അഥവാ ഖുർആനിൽ പറയാത്ത ഒരു വിഷയവും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ. ഒന്നുകിൽ ചുരുക്കത്തിൽ സൂചന നൽകിക്കൊണ്ട്, അതല്ലെങ്കിൽ വിശദമായി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ മുഴുവൻ ഒന്നൊഴിയാതെ യഥാർത്ഥത്തിൽ ഖുർആനിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ വിശദമായി, അതല്ല എങ്കിൽ സൂചനയും അതിൽ പൊതുവായ പ്രയോഗങ്ങളും മുഖേന.
വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. അള്ളാഹു പറഞ്ഞു വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. നിന്റെ റബ്ബിൻ്റെ കലിമത്ത്, അവൻ്റെ വാക്ക് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. സിദ്ഖൻ വഅദ്ല, സിദ്ഖ് കൊണ്ടും ആദിൽ കൊണ്ടും. സിദ്ഖ് എന്നാൽ സിദ്ഖൻ ഫിൽ അഖ്ബാർ, ആദിൽ എന്നാൽ ആദിലൻ ഫിൽ അഹ്കാം. സിദ്ഖൻ ഫിൽ അഖ്ബാർ, ഇതിൽ പറഞ്ഞ വിവരങ്ങൾ, വൃത്താന്തങ്ങളെല്ലാം പരിപൂർണമായും സത്യമാണ്. ഇതിലെ വിധിവിലക്കുകൾ, ഇതിലെ നിയമങ്ങൾ പരിപൂർണമായ നീതിയാണ്. അതാണ് വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല എന്ന് പറഞ്ഞതിൽ. ഖുർആൻ മുഴുവൻ യാഥാർത്ഥ്യമാണ്, സത്യമാണ്, നീതിയാണ്, അതുപോലെ സന്മാർഗമാണ്. ഇതിലെവിടെയും ഒരു കളവോ ഒരു വ്യാജവാദമോ ഒരു അതിര് കവിച്ചലോ ഇല്ല. എന്നാൽ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് ആളുകൾക്കിടയിൽ നിലനിന്നിരുന്ന സാഹിത്യങ്ങളുടെ സ്ഥിതി എന്താണ്? പ്രത്യേകിച്ച് കവിതകൾ, അതിൻ്റെ ഷിഅറുകളുടെ ആളുകളായിരുന്നു അറബികൾ. അതിൻ്റെ സ്ഥിതി എന്താണ്? അത് മുഴുവൻ യഥാർത്ഥത്തിൽ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒന്നുകിൽ കളവായിരിക്കും, ആളുകളെ അതിൽ പിടിച്ചു നിർത്താൻ, ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയുള്ള, സാഹിത്യത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടിയുള്ള പൊടിപ്പും തൊങ്ങലും, അതിനുവേണ്ടി എരിവും പുളിയും കൂട്ടാനുള്ള കളവുകൾ. എത്രത്തോളം എന്നാൽ ഇങ്ങനെ ഒരു ചൊല്ലുവരെ അറബിയിലുണ്ട്. അറബിയിലെ കവിതയെക്കുറിച്ച് ഇന്ന് അഅദബഹു അക്ദബഹു, അതിലേറ്റവും മധുരമുള്ള കവിത എന്തായിരിക്കും? ഏറ്റവും കളവ് നിറഞ്ഞതായിരിക്കും. അതിനാണ് ഏറ്റവും മധുരമുണ്ടാവുക. ഏറ്റവും കളവ്, കെട്ടിച്ചമക്കപ്പെട്ടത്, അങ്ങനെയുള്ള കഥകൾ, അങ്ങനെയുള്ള കവിതകൾ എന്ത് രസമായിരിക്കും ആളുകൾക്ക് അത് ആസ്വദിക്കാൻ. അതാണ് യഥാർത്ഥത്തിൽ കവിതകളുടെ സ്ഥിതി. എന്താണ് അതിലെ വിഷയങ്ങൾ? എന്താണ് അതിലെ വിഷയങ്ങൾ? ഒന്നുകിൽ സ്ത്രീ വർണ്ണനയായിരിക്കും, സ്ത്രീകളെ വർണ്ണിക്കുക, അവരുടെ ശരീരം വർണ്ണിക്കുക, അവരുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് വലിയ സാഹിത്യ ഭംഗിയുള്ള വാക്കുകൾ മുഖേന പറയുക. ഇബ്നുൽ ഖൈസിൻ്റെ ഒക്കെ കവിതകളിൽ അത് കാണാം. അഫാത്തിമ മഹ്ലൻ ബഅദ ഹാദ തദല്ലുലി വഇൻ കുൻതി ഖദ് അസ്മഅതി സർമി ഫഅജ്മിലി അഗറകി മിന്നി അന്ന ഹുബ്ബകി ഖാതിലി വഅന്നകി മഹ്മാ തഅമുരിൽ ഖൽബ യഫഅലി. ഫാത്തിമ എന്ന തൻ്റെ കാമുകിയെ വിളിച്ച് ഇബ്നുൽ ഖൈസ് പാടുകയാണ്. ഇങ്ങനെ സ്ത്രീ വർണ്ണന, അവരുടെ ശരീരം വർണ്ണിക്കുന്ന കവിതകൾ, അതല്ലെങ്കിൽ കുതിരകളെ വർണ്ണിക്കുന്ന, ഒട്ടകങ്ങളെ വർണ്ണിക്കുന്ന, യുദ്ധങ്ങൾ വർണ്ണിക്കുന്ന, ഏതെങ്കിലും സംഭവങ്ങളെ വർണ്ണിക്കുന്ന, എന്തെങ്കിലും ഒരു ഭയപ്പാടിനെ വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ ജന്തുക്കളെ, ഹിംസ്ര ജന്തുക്കളും സിംഹത്തെയും പുലിയും ഒക്കെ വർണ്ണിക്കുന്ന കവിതകൾ. എന്തേ അതുകൊണ്ടുള്ള പ്രയോജനം? ഇതുകൊണ്ട് ആളുകൾക്ക് കിട്ടുന്ന ഉപകാരം എന്താ? ആകെ ഒരു ഉപകാരം മാത്രം. എന്താണത്? ഇത് പറഞ്ഞവൻ്റെ, ഈ കവിത പാടിയവൻ്റെ വാക്ചാതുരി, അവൻ്റെ സാഹിത്യത്തിലുള്ള കഴിവ്, അത് ആളുകൾക്ക് ബോധ്യമായി. വല്ലാത്ത വർണ്ണന തന്നെയാണ്, എന്ത് മനോഹരമായ വാക്കുകളാണ്. അത് ശരിയാണ്. അതല്ലാതെ ആളുകൾക്ക് എന്തേ അതുകൊണ്ട് ഉപകാരമുണ്ടായി? ഉപകാരമില്ല. അതുമാത്രമാണ് അതിൽ ഉപകാരം. എന്നാൽ അള്ളാഹുവിൻ്റെ കലാം നോക്കൂ നിങ്ങൾ, അത് ഏറ്റവും ഏറ്റവും മനോഹരമായ സാഹിത്യമാണ്, ഏറ്റവും ഫസീഹാണത്, ഏറ്റവും നല്ല ഭാഷയാണതിലുള്ളത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ സംഭവങ്ങൾ, അത് വിവരിച്ച് പറഞ്ഞ സംഭവമായാലും ചുരുക്കി പറഞ്ഞ സംഭവങ്ങളായാലും, അള്ളാഹു റബ്ബുൽ ആലമീൻ ചില സംഭവങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരേ സംഭവം തന്നെ. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, സാലിഹ് അലൈഹിസ്സലാമിൻ്റെ കഥ ഖുർആനിൽ വിശദമായി സാലിഹ് നബിയുടെയും സമൂദ് ഗോത്രത്തിൻ്റെയും കഥ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, അള്ളാഹു ചെറിയ സൂറത്തിൽ ആ കഥ പറഞ്ഞിട്ടില്ലേ? كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله سقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ആ സംഭവം, ആ നബിയുടെയും ഖൗമിൻ്റെയും കഥ ആ ചെറിയ സൂറത്തിലെ ഏതാനും ആയത്തുകളിൽ മാത്രം, മുഴുവൻ ആയത്തുകളിലുമല്ല അള്ളാഹു ആ കഥ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ സംഭവം വിശദമായി പറഞ്ഞ സൂറത്തുകളുണ്ട്. സൂറത്ത് ഹൂദ് പോലെയുള്ള സൂറത്തുകൾ, മറ്റുള്ള പല സൂറത്തുകൾ, സൂറത്ത് ഷുഅറായിൽ പല സൂറത്തുകളിൽ
വിശദമായി പറയട്ടെ, ചുരുക്കി പറയട്ടെ, എങ്ങനെ പറഞ്ഞാലും അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഭംഗി അത് പരിപൂർണമായ ഭംഗിയാണ്. അതിലെ കഥകൾ ആവർത്തിക്കപ്പെടട്ടെ, അല്ല ഒരു തവണ മാത്രം പറയട്ടെ, അത് ഏറ്റവും മനോഹരമാണ്. ആവർത്തിക്കുന്നേന അതിൻ്റെ ഭംഗി കൂടുന്നു, അതിൻ്റെ സ്ഥാനം ഉയരെയാകുന്നു. ഖുർആൻ നിങ്ങൾ എത്ര തവണ കേട്ടാലും മടുക്കുകയില്ല, എത്ര തവണ പാരായണം ചെയ്താലും മടുക്കുകയില്ല, എത്ര തവണ അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കിയാലും അത് പഠിച്ചാലും മറക്കുകയില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതേക്കുറിച്ച് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ മനോഹരമായ ചില വാചകങ്ങളുണ്ട്. ഞാനത് നിങ്ങളെ അതിലേതാനും ഭാഗങ്ങൾ പ്രധാനപ്പെട്ടത് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നു, വഅമ്മൽ ഖുർആനു ജമീഉഹു ഫസീഹുൻ في غاية نهاية البلاغة عندما يعرف ذلك تفصيلا وإجمالا ممن فهم كلام العرب وتصاريف التعبير. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ അത് പരിപൂർണമായി അതിൻ്റെ സാഹിത്യ ഭംഗിയിൽ അത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണുള്ളത്. അറബി ഭാഷ അറിയുന്ന, അവരുടെ പ്രയോഗങ്ങൾ അറിയുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും നന്നായി മനസ്സിലാകും. فإنه إن تأملت أخباره وجدتها في غاية الحلاوة. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഖബറുകൾ, സംഭവങ്ങൾ, കഥകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഏറ്റവും മധുരകരമാണെന്ന് നിനക്ക് കാണാം. സവാഉൻ കാനത് മബ്സൂതതൻ ഔ വജീസ, വിശദമായി പറഞ്ഞാലും ചുരുക്കി പറഞ്ഞാലും. വസവാഉൻ തകററത് അം ലാ, ആവർത്തിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും. വകുല്ലമാ തകററ ഹല വഅല, ആവർത്തിക്കുന്നതിന് ഹല അതിൻ്റെ മധുരം ഏറും, വഅല അതിൻ്റെ സ്ഥാനം ഉയരും. ലാ യഖ്ലഖു അൻ കസറത്തി റദ്ദ്, എത്ര തവണ ആവർത്തിച്ചാലും അത് പഴഞ്ചനായി പോവുകയില്ല. വലാ യമല്ലു മിൻഹുൽ ഉലമാ, പണ്ഡിതന്മാർ ഒരിക്കലും അതിൽ നിന്നുള്ള അറിവ് സ്വീകരിച്ച് മടുപ്പ് വരികയില്ല അവർക്ക്. കഴിഞ്ഞു, ഇനി ഇത് ആവർത്തിക്കുമ്പോൾ മടുപ്പ് ഒരിക്കലുമില്ല. ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും അതിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. വൈൻ അഖദ ഫിൽ വഈദി വത്തഹ്ദീദി ജാഅ മിൻഹു മാ തഖ്ശഇറു മിൻഹുൽ ജിബാലു സുമ്മുർ റാസിയാത്ത്. ഖുർആനിലെ താക്കീതുകൾ, അള്ളാഹു അതിൽ പറഞ്ഞ മുന്നറിയിപ്പുകളെങ്ങാനും നീ എടുത്തു നോക്കിയാൽ നിനക്ക് കാണാം, ബലിഷ്ഠമായ പർവ്വതങ്ങൾ പോലും വിറച്ചു പോകുന്ന രൂപത്തിലുള്ള താക്കീതുകളാണ് അതിലുള്ളത്. ഫമാ ظنك بالقلوب الفاهمات. അപ്പോൾ പിന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയുള്ള ഹൃദയങ്ങളുടെ കൽബുകളുടെ സ്ഥിതി എന്തായിരിക്കും? വഇൻ വഅദ, ഇനി താക്കീതുകളുടെ സ്ഥാനം ഇതാണ്. ഇനി അതിലെ വാഗ്ദാനങ്ങൾ, അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അവനൊരുക്കി വെച്ച സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ അത് പറയുന്ന ആയത്തുകൾ എടുത്താൽ, ബിമാ യഫ്തഹുൽ ഖുലൂബ വൽ ആദാൻ, ഹൃദയങ്ങളും കർണപടങ്ങളും തുറക്കുന്ന, അതിലെ വാതിലുകൾ തുറന്നകത്തേക്ക് കയറുന്ന പ്രയോഗങ്ങളായിരിക്കും. വയുശൗഖു ഇലാ ദാരിസ്സലാം വമുജാവറത്തി അർശിർ റഹ്മാൻ, സ്വർഗത്തിലേക്ക്, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ അരികിലേക്ക്, അവൻ്റെ സാമീപ്യത്തിലേക്ക് ഹൃദയങ്ങൾക്ക് ആഗ്രഹമുണ്ടാക്കുന്ന ഏറ്റവും നല്ല പ്രയോഗങ്ങളായിരിക്കും. കമാ ഖാല ഫി തർഗീബ്, അള്ളാഹു ഈ വാഗ്ദാനങ്ങളുടെ ആയത്തുകളിൽ ഒന്നിൽ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം നോക്കൂ. അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സിനും അറിയില്ല എന്താണ് കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി അവർ ചെയ്തതിനുള്ള പ്രതിഫലമായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. പ്രയോഗം നോക്കൂ നിങ്ങൾ, എന്തൊരു ഭംഗിയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. എന്തെല്ലാമാണ് ഒളിച്ചു വെച്ചിട്ടുള്ളത്, കൺകുളിർപ്പിക്കുന്നത് എന്തെല്ലാമാണ് ഒളിപ്പിച്ചൊരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരു നഫ്സിനും ഒരാൾക്കും അറിയില്ല. അവർ ചെയ്തതിനുള്ള പ്രതിഫലമാണ്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്തിലുള്ളതുപോലെ, വഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതലദ്ദുൽ അഅ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. വഫീഹാ, അവിടെ ഉണ്ട്, മാ തശ്തഹീഹിൽ അൻഫുസു, മനസ്സ് കൊതിക്കുന്നതെല്ലാം, വതലദ്ദുൽ അഅ്യുൻ, കണ്ണുകൾ ആസ്വദിക്കുന്നതെല്ലാം, വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങളവിടെ ശാശ്വതരായിരിക്കും. ഇത് വാഗ്ദാനങ്ങളെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകളാണ്. വഖാല ഫി തർഹീബ്, ഇനി ഭയപ്പെടുത്തുന്ന, മുന്നറിയിപ്പ് നൽകുന്ന
നരകത്തെക്കുറിച്ച് പറയുന്ന, ശിക്ഷയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ എടുത്തു നോക്കിയാൽ നോക്കൂ. ഉദാഹരണം, അഫഅമിൻതും അൻ യഖ്സിഫ ബിക്കും ജാനിബൽ ബർ. കടലിൽ പ്രയാസത്തിലകപ്പെട്ടാൽ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിയിരുന്ന, തിരിച്ച് ഭൂമിയിലെത്തിയാൽ, കരയിലെത്തിയാൽ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്ന ആളുകളോട് അള്ളാഹു ചോദിച്ച ചോദ്യമാണ്, അഫഅമിൻതും, നിങ്ങൾക്ക് പേടിയില്ലേ, നിർഭയരായിരിക്കുകയാണോ, അൻ യഖ്സിഫ ബിക്കും ജാനിബൽ ബർ, ഈ കരയിൽ സുരക്ഷിതനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കരയിൽ അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അള്ളാഹുവിൻ്റെ പ്രയോഗം നോക്കൂ, അഫഅമിൻതും അൻ യഖ്സിഫ ബിക്കും ജാനിബൽ ബർ. അതുപോലെ അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബിക്കുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ ആകാശത്തുള്ളവനെക്കുറിച്ച്, ഉപരിയിലുള്ളവനെക്കുറിച്ച്? അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുക, അപ്പോൾ ആ ഭൂമി ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുക, അതേക്കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അതല്ല, ആകാശങ്ങൾക്ക് മേലെ ഉള്ളവൻ നിങ്ങൾക്ക് നേരെ ഒരു ചരൽമഴ അയക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? ഫസതഅലമൂന കൈഫ നദീർ, എങ്ങനെയുണ്ട് എൻ്റെ താക്കീതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അതുപോലെ അള്ളാഹു ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പഴയകാലത്തെ ആളുകളെ നശിപ്പിച്ചതിനെക്കുറിച്ച്, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഓരോരുത്തരെയും അവരുടെ ശിക്ഷയ്ക്ക് അനുസരിച്ച് നാം പിടികൂടി. അതുപോലെ അള്ളാഹു വഅദ് ആയിക്കൊണ്ട്, സതുപദേശമായിക്കൊണ്ട് പറഞ്ഞു, അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ ثم جاءهم ما كانوا يوعدون ما أغنى عنهم ما كانوا يمتعون. അവർക്ക് നാം വർഷങ്ങൾ നീട്ടി ആയുസ് നൽകിയിരുന്നെങ്കിൽ, എന്നിട്ട് അവർക്ക് താക്കീത് നൽകപ്പെട്ടത് അവർക്ക് വരികയും ചെയ്താൽ, ഈ കാലങ്ങൾ അവർക്ക് നാം സൗകര്യം നൽകിയത്, ആ കാര്യങ്ങളൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. ഉപദേശത്തിൻ്റെ ശൈലി നോക്കൂ, താക്കീതിൻ്റെ ശൈലി നോക്കൂ, വാഗ്ദാനങ്ങളുടെ ശൈലി നോക്കൂ. ഇബ്നു കസീർ പറയുന്നു, ഇലാ ഗൈരി ദാലിക മിൻ അൻവാഇൽ ഫസാഹത്തി വൽ ബലാഗത്തി വൽ ഹലാവ. ഇതല്ലാത്ത സാഹിത്യ ഭംഗിയുടെ, അതുപോലെ ഉള്ളിൽ തറക്കുന്ന മനോഹരമായ ആയത്തുകൾ. വഇൻ ജാഅത്തിൽ ആയാതു ഫിൽ അഹ്കാമി വൽ അവാമിരി വൻ നവാഹി ഇഷ്തമലത് അലൽ അംരി ബികുല്ലി മഅറൂഫിൻ ഹസനിൻ നാഫിഇൻ തയ്യിബിൻ മഹ്ബൂബ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ, വിലക്കുകളുടെ കാര്യമെടുത്താൽ അള്ളാഹു കൽപ്പിക്കുക ഏറ്റവും നല്ല, ഉപകാരപ്രദമായ, വിശിഷ്ടമായ, പ്രിയങ്കരമായ കാര്യങ്ങളായിരിക്കും. വന്നഹി അൻ കുല്ലി ഖബീഹിൻ റദീലിൻ ദനി, വിലക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായ, ഒരു നിലവാരവുമില്ലാത്ത വൃത്തികെട്ട കാര്യങ്ങളാണ് അള്ളാഹു വിലക്കുക. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരും മറ്റുള്ള സലഫുകളും പറഞ്ഞത്, ഇദാ സമിഅത അല്ലാഹ തആല യഖൂലു ഫിൽ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത് നീ കേട്ടാൽ, ഫഔഇഹാ സംഅക്, നീ നിൻ്റെ കാതതിന് കൊടുക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഫഇന്നഹു ഖൈറുൻ മാ യുഅ്മറു ബിഹി ഔ ശർറുൻ യുൻഹാ അൻ, ഒന്നിക്കൽ അത് ഒരു നന്മയായിരിക്കും, അത് അള്ളാഹു നിന്നോട് കൽപ്പിക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഒരു തിന്മയായിരിക്കും, അത് അള്ളാഹു നിന്നോടത് വിലക്കുന്നതായിരിക്കും. അപ്പം നോക്കൂ, ഇതാണ് ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ, അവിടുത്തെ മസ്ജിദിൽ ഒരു സ്ത്രീ, അവൾക്ക് കീഴിലുള്ള ഒരു ആശാരിയെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരത്തിൻ്റെ മിമ്പറുണ്ടാക്കി കൊടുക്കുന്നതിന് മുൻപ് ഒരു ഈത്തപ്പനത്തടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി നിന്നിട്ടാണ് പ്രസംഗിച്ചിരുന്നത്. മിമ്പറുണ്ടാക്കിയപ്പോൾ അത് മസ്ജിദിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി. എന്തുണ്ടായി? സഹാബത്ത് പറയുകയാണ്, അത് കരയുന്ന കരച്ചിൽ, കുട്ടികളുടെ കരച്ചിൽ പോലെയുള്ള അതിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. സഹാബത്ത് ഒന്നാകെ കേൾക്കുകയാണ് അത് കരയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഇപ്പോൾ കുട്ടികളിങ്ങനെ ഏങ്ങലടിച്ച് കരച്ചിൽ നിർത്തുന്നത് പോലെ അത് കരച്ചിൽ നിർത്തി. എന്തുകൊണ്ടാണത്? അതിനടുത്ത് വച്ചായിരുന്നു നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശങ്ങൾ പറഞ്ഞിരുന്നത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ നാം ഒരു പർവ്വതത്തിനുമേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട് അത് പൊട്ടിത്തകർന്നു പോകുന്നത് നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു.
ഹസൻ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ആ പർവ്വതങ്ങളെക്കാൾ യഥാർത്ഥത്തിൽ ചലനമുണ്ടാകേണ്ടത് നിൻ്റെ ഹൃദയത്തിനാണ്. ഈ ഈത്തപ്പനത്തടിയേക്കാൾ, ആ പർവ്വതത്തെക്കാൾ അള്ളാഹുവിൻ്റെ ഖുർആൻ മാറ്റമുണ്ടാക്കേണ്ടത് നിൻ്റെ ഹൃദയത്തിനാണ്. അതുകൊണ്ട് ഖുർആൻ കേൾക്കുമ്പോൾ നിനക്കൊന്നും തോന്നുന്നില്ലേ? നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നില്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പിന്നെ നീ നിൻ്റെ കൽബിനെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. കാരണം കൽബ് അത്രയും കടുത്തു പോയിരിക്കുന്നു, കൽബ് അത്ര ദുഷിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആൻ കേട്ടാൽ ഒരു ചലനവും ഹൃദയത്തിലില്ലാതെ പോകുന്നത്. അത് സലീമത്തായ ഹൃദയത്തിൽ, കേടുപാട് വരാത്ത ഹൃദയത്തിൽ ചലനമുണ്ടാക്കും, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ കലാം അങ്ങനെ ഉള്ളതാണ്, റബ്ബിൻ്റെ കലാം അങ്ങനെ ഉള്ളതാണ്. ഈ വെല്ലുവിളി, ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാനുള്ള വെല്ലുവിളി എല്ലാ സൂറത്തിനും ബാധകമാണ്. ഏറ്റവും ചെറിയ സൂറത്താണെങ്കിൽ പോലും ചില പിഴച്ച കക്ഷികൾ, ഇസ്ലാമിൻ്റെ പേരവകാശപ്പെടുന്ന ചില പിഴച്ച കക്ഷികൾ ഇത് ചെറിയ സൂറത്തുകൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ ആളുകൾ വലിയ ഇമാമായി എണ്ണുന്ന, എന്തിനും ഏതിനും അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഉദ്ധരിക്കുന്ന റാസി ആ രൂപത്തിൽ വളരെ മോശമായ ഒരഭിപ്രായം അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്നതിൽ ശരിയായ വിശ്വാസം പുലർത്താത്ത, അതിൽ ശരിയായ നിലപാടില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ അശ്അരി മദ്ഹബ് കൊണ്ട് നടക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ കലാമാണോ എന്ന് ചോദിച്ചാൽ കലാം അള്ളാഹുവിൻ്റെ സംസാരമാണെന്ന് പറയും. പക്ഷെ അത് കലാമുൻ നഫ്സി, അത് ശബ്ദമോ അതല്ലെങ്കിൽ അക്ഷരമോ ഇല്ലാത്ത ഒരു സംസാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലുള്ള ഖുർആൻ ആ കലാമിൻ്റെ ഒരു പതിപ്പ് മാത്രമാണ് പോലെയുള്ള പിഴച്ച വാദങ്ങൾ അവർക്കുണ്ട്. അതിൻ്റെ ഒരു പതിപ്പ് മാത്രം, അതിൽ നിന്ന് ഉദ്ധരിച്ചത് മാത്രം. ഒരു മുസ്ലിയാർ അത് പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ നിരീശ്വരവാദികൾക്കൊക്കെ മറുപടി പറയുന്ന ആളാണ് എന്ന രൂപത്തിൽ വന്ന ഒരു മുസ്ലിയാർ. ഇദ്ദേഹമൊക്കെ നിരീശ്വരവാദികൾക്ക് മറുപടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അയാൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാഷയിൽ ഖുർആൻ എന്ത് പറഞ്ഞതാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താണ്. സുബ്ഹാനല്ലാഹ്, ഈ ആളുകളുടെ പിഴച്ച വിശ്വാസത്തിൻ്റെ ബാധ ഇതൊക്കെ വെറുതെ ആ മുസ്ലിയാർ ഉണ്ടെങ്കിലും അയാളുടെ വക ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ അശാരിയത്ത്, മുഅ്തസിലിയത്തൊക്കെ ചെന്ന് നിൽക്കുന്നത് അവരുടെ അടിത്തറ ഇതാണ്. മനസ്സിലായില്ലേ? നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് കേട്ടു ഖുർആൻ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതിക്കൊടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉമ്മത്തിന് ഓതി തന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം ഇതാണ്. അതല്ലാതെ റബ്ബിൻ്റെ കലാമിൻ്റെ ആശയം ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ആശയം ജനങ്ങൾക്ക് ഓതി കൊടുത്തു, അത് അള്ളാഹിൻ്റെ കലാമല്ല, ആ ഓതിയത് ജനങ്ങൾ ഓതുമ്പോൾ അത് അള്ളാഹിൻ്റെ കലാമല്ല എന്ന പിഴച്ച വിശ്വാസം, അതല്ല മുസ്ലിമീങ്ങളുടെ വിശ്വാസം. മനസ്സിലായി? ഇയാളാണ് ഒരിക്കൽ അതുപോലെ പ്രസംഗിച്ചത്. എന്ത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായി എന്ത് പറഞ്ഞത്? സയൻസിലേതോ തത്വമുണ്ടത്രേ, മരിച്ചവരൊക്കെ കേൾക്കില്ല എന്ന് പറയുന്നത് അതൊരു സാധ്യത മാത്രമാണ്. അതിന് സയൻസിലേതോ സിദ്ധാന്തത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ പറഞ്ഞു അത്രേ. അപ്പോൾ ആളുകളൊക്കെ കണ്ടോ തലയിൽ കിട്ടിട്ട് മുസ്ലിം ഇംഗ്ലീഷിൽ ഏതൊക്കെയോ സിദ്ധാന്തത്തിൻ്റെ പേരൊക്കെ പറയുന്നു. എന്ത് കാര്യം? ഈ സയൻസിലെ സിദ്ധാന്തം ബിംബങ്ങൾ കേൾക്കുമെന്നതിന് തെളിവാക്കാമല്ലോ. കേൾക്കില്ല എന്നുള്ളത് ഒരു സാധ്യത മാത്രം, ചിലപ്പോൾ കേൾക്കുകയും ചെയ്യും. ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത് തെളിവാക്കിക്കോ, ഖബറിനെ മാത്രമാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅഥൂൻ, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നതുപോലെ അവർക്ക് അറിയുകയില്ല.
അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറയുക, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാലും മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. മുസ്ലിമീങ്ങൾക്ക് ഇത് മതി. നിന്റെ ശാസ്ത്രം ഞങ്ങൾക്ക് വേണ്ട. ഖുർആനിനും സുന്നത്തിനും എതിരായി നീ കൊണ്ടുവരുന്നത് എത്ര വലിയ ശാസ്ത്രമാണെന്ന് നീ ജൽപ്പിച്ചാലും മുസ്ലിമീങ്ങൾക്ക് അതിന് പുല്ലുവിലയില്ല. അള്ളാഹുവിൻ്റെ കലാമിനെതിരായി ഏത് തത്വശാസ്ത്രമാണ് നീ കൊണ്ടുവരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കെതിരായി ഏത് ശാസ്ത്രജ്ഞൻ്റെ അനുമാനങ്ങളെയാണ് നീ കൊണ്ടുവരുന്നത്? അതെല്ലാം ബാത്തിലാണ്. അള്ളാഹു പറഞ്ഞതാണ് സത്യം, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സത്യം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ കലാം ആണ് ഖുർആൻ എന്ന വിശ്വാസം മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത പിഴച്ച കക്ഷികൾ പറഞ്ഞു, ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഖൗമ പറഞ്ഞതാണ്, ശരിക്കും ശ്രദ്ധിക്കണം. കേൾക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് തോന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഈ ഖൗമിൻ്റെ വാദങ്ങളിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അശ്അരി മദ്ഹബിലെ നേതാക്കന്മാരുടെ പലരുടെയും വാദം. സാധാരണക്കാരായ ആളുകൾ വെറുതെ ആ മദ്ഹബിലേക്ക് ചേർത്തി പറയുക മാത്രം ചെയ്യുന്ന, മദ്ഹബ് എന്താണെന്ന് കൂടി അറിയാത്ത ആളുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പിഴച്ച കക്ഷികളുടെ വാദം എന്താണ്? അവർ പറയുന്നു, ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ പോലൊന്ന് വേണമെങ്കിൽ ചെറിയ സൂറത്തൊക്കെ പോലുള്ളവർക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടതാണ്. റബ്ബ് അവരുടെ ശ്രദ്ധ അവർക്ക് തിരിച്ചുവിട്ടതാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവർക്ക് തോന്നുകയില്ല. അതാണ് അതിൽ അത്ഭുതം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ പറയുന്നു അതല്ല, മറിച്ച് എന്താണ് ഖുർആനിൻ്റെ അത്ഭുതം? എന്താണ് ഖുർആനിൻ്റെ അജാസ്, ഖുർആനിലെ അമാനുഷികത എന്താണ്? അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ്, മനുഷ്യൻ്റെ സംസാരമല്ല, ഒരു പടപ്പിൻ്റെയും സംസാരമല്ല. അതുകൊണ്ട് അതുപോലുള്ളതൊന്ന് കൊണ്ടുവരാൻ ഒരു പടപ്പിനും സാധ്യമല്ല, ജിന്നിൻസൊക്കെ കൂടിയാലും. അതിൽ ഒരു സൂറത്ത് പോലെയുള്ള ഒരു സൂറത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതങ്ങനെയാണ് വെല്ലുവിളി. നമ്മൾ പറഞ്ഞു, വെല്ലുവിളി എന്തിനാണ്? സൂറത്താണ്, ആയത്തല്ല. കാരണം ആയത്ത് മുദ്ഹാമ്മത്താൻ, അതൊരായത്താണ്. മുദ്ഹാമ്മത്താൻ എന്നത് ഒരായത്താണ്. സൂറത്ത് റഹ്മാനിലെ ആയത്തുകൾ ഒന്നാണ് മുദ്ഹാമ്മത്താൻ. അള്ളാഹു വെല്ലുവിളിച്ചത് എന്താണ്? സൂറത്ത് പോലൊരു സൂറത്ത് കൊണ്ടുവരാൻ. അതിൽ ഏറ്റവും ചെറിയ സൂറത്താകട്ടെ അതുപോലെ സൂറത്തുണ്ട്, അല്ലെങ്കിൽ ആ സൂറത്തിൻ്റെ അതുപോലെ അത്രയുമുള്ള ഒരായത്ത് അത് കൊണ്ടുവരാൻ സാധ്യമല്ല. ഒരു പടപ്പിനും സാധ്യമല്ല, ഒരാൾക്കും കഴിയില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, റബ്ബിൻ്റെ വെല്ലുവിളി. അത് അങ്ങനെ തന്നെയാണ്. അതല്ലാതെ ആളുകളുടെ ശ്രദ്ധ അള്ളാഹു തിരിച്ചുവിട്ടതല്ല. അതല്ല ഇവിടെ ഉദ്ദേശം. കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയാൻ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത്, സഹാബത്ത് വിശ്വസിച്ചത്, നമ്മുടെ ഇമാമിങ്ങൾ വിശ്വസിച്ചതെന്നാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂറത്തുൽ അസ്റിനെ കുറിച്ച്. ഈ ഖൗം പറയുന്ന പിഴച്ച വിശ്വാസമാണ് ഇമാം ശാഫിഈ പറഞ്ഞത്. ചെറിയ സൂറത്തുകളൊക്കെ വേണമെങ്കിൽ സാധിക്കും എന്ന് അല്ല. ഇമാം ഷാഫിഈ സൂറത്തുൽ അസ്റിനെ കുറിച്ച് പറയുകയാണ്, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ ലകഫത്ഹും. ജനങ്ങളെങ്ങാനും ഈ ഒരൊറ്റ സൂറത്തിനെ കുറിച്ച് ശരിക്കും പഠിച്ചിരുന്നെങ്കിൽ, അവരതേക്കുറിച്ച് ഉറ്റാലോചിച്ചിരുന്നെങ്കിൽ അത് മാത്രം അവർക്ക് മതിയായിരുന്നു. ഈ ഒരു സൂറ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് തവാസൗ ബിസ് സബ്ർ. കൊണ്ടുവരാൻ കഴിയില്ല ഒരു പടപ്പിന് ഇതുപോലൊരു സൂറത്ത്. മനുഷ്യനെഴുതിയ ഒരു കിതാബുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വിശ്വസിക്കുകയും സാലിഹായ അമലുകൾ, സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ക്ഷമ മുഖേന അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. വാക്കുകളുടെ ഭംഗി നോക്കൂ, ആയത്തുകളുടെ ഘടന നോക്കൂ, ആശയത്തിൻ്റെ മഹത്വം നോക്കൂ. കൊണ്ടുവരാൻ കഴിയില്ല ഒരാൾക്ക്. ഒരു മനുഷ്യന് ഇത് പഠിച്ചാൽ, ഇതൊന്ന് ആലോചിച്ചാൽ തന്നെ അതിൽ ഇസ്ലാമിൻ്റെ ആകത്തുകയുണ്ട്. ഈ കാര്യങ്ങളില്ലാതെ ഒരാൾക്ക് വിജയിക്കാൻ കഴിയും. ഇതില്ലാത്ത മനുഷ്യരൊക്കെ നഷ്ടത്തിനാണ്. യാ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സൂറത്ത് ആർക്ക് കൊണ്ടുവരാൻ കഴിയും? ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയില്ല.
ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇത് മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല. അതേസമയം ഗ്രീക്ക് ഫിലോസഫിയും അങ്ങനെയുള്ള നൂലാമാലകളും അങ്ങനെയുള്ള വൃത്തികേടുകളും അങ്ങനെയുള്ള ആശയ മാലിന്യങ്ങളും തലയിൽ കയറ്റിയവന് അവന് ശത്രുക്കൾക്ക് മറുപടി പറയാൻ ചിലപ്പോൾ ഇസ്ലാം വളച്ചൊടിക്കേണ്ടി വരും. ഇന്നും നിരീശ്വരവാദികൾക്ക് മറുപടി പറയാൻ ഇറങ്ങുന്ന പല ആളുകൾക്കും സംഭവിക്കുന്നത് ഈ അബദ്ധമാണ്. റാസിക്കൊക്കെ സംഭവിച്ചതുപോലെയുള്ള അതിൻ്റെ ആധുനിക പതിപ്പുകളാണ് നമുക്ക് തോന്നിപ്പോകും. പല കുട്ടികൾ നിരീശ്വരവാദികൾക്ക് മറുപടി പറയാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇഖ്ലാസ് എന്തായിരിക്കും? പലരുടെയും ഇഖ്ലാസിനെ ചോദ്യം ചെയ്യാൻ നമുക്കാവില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കുട്ടികളെ. ഇഖ്ലാസ് മാത്രം കൊണ്ട് കാര്യമില്ല. ഈ ദഅവത്തിനൊരു മൻഹജുണ്ട്. നമ്മുടെ ഇസ്ലാമിലേക്കുള്ള നമ്മുടെ ക്ഷണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ച പോലെ ഇരിക്കണം. കുഫാറുകളും മുശ്രിക്കുകളും നിരീശ്വരവാദികളും ലിബറലുകളും അവരൊക്കെ ഉണ്ടാക്കി വെച്ച പല തത്വങ്ങളും, അവർ നീതിയാണെന്ന് പറഞ്ഞ പലതും, അവർ ധാർമ്മികതയാണെന്ന് പറഞ്ഞ പലതും നിങ്ങൾ ആദ്യം തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ട് പിന്നെ അതിനടക്കായി ഇസ്ലാം വളച്ചൊടുക്കാൻ ഖുർആനും സുന്നത്തും അതിനൊപ്പിച്ച് തേച്ചും എനിക്ക് കൊടുക്കാൻ നിന്നാൽ ഇസ്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഇസ്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. കൂട്ടരെ, നിങ്ങൾ ഇസ്ലാം വളച്ചൊടിച്ചിട്ട് അതിലേക്ക് ജനങ്ങളെ വിളിക്കാനല്ല അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചത്. മറിച്ച് അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും. ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇതിങ്ങനെയാണ്. ഇതാണ് നിങ്ങളുടെ സൗഭാഗ്യമുള്ളത്. ഇതിനെതിരായത് ബാത്തിനാണ്. നിങ്ങൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ന്യായങ്ങൾ ബാത്തിനാണ്. അത് പകൽ പോലെ വ്യക്തമാണ്. അതല്ലാതെ എന്തൊക്കെയോ പറഞ്ഞ ആളുകൾ ഇസ്ലാം നിരീശ്വരവാദികൾക്ക് മറുപടി പറയാനൊക്കെ എന്തൊക്കെയോ വാദങ്ങൾ പറയുന്നത് കാണാം. തലയും വാലുമില്ലാത്ത രൂപത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത് കാണാം. അപ്പോഴാണ് ഇസ്ലാമിലെ പലതും ആളുകൾക്ക് വളച്ചൊടിക്കേണ്ടി വരുന്നത്. അല്ല, ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, ഇതാണ് സത്യം എന്ന അഭിമാനത്തോടെ പറയാൻ നമുക്ക് കഴിവ് വേണം. അതുപോലെ അതിനുവേണ്ടി ദീൻ പഠിക്കണം. ദീൻ പഠിക്കാത്ത ആളുകൾ ദീൻ പറയാൻ ശ്രമിച്ചാൽ ഉപകാരത്തെക്കാൾ കൂടുതൽ അതുകൊണ്ട് ഉപദ്രവങ്ങളാണ് ഉണ്ടാവുക. നസല്ലാഹു സലാമ വൽ ആഫിയ. അപ്പോൾ നോക്കൂ, സൂറത്തുകൾ കുറിച്ചുള്ള ഈ വെല്ലുവിളി എല്ലാ സൂറത്തുകൾക്കും ബാധകമാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് അതുപോലൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ അറിയുക, ഇനിയും കഴിയില്ല, ഒരിക്കലും കഴിയുകയില്ല. നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഒരു നരകത്തെ. ഉഇദ്ദത് ലിൽ കാഫിരീൻ വഖൂദുഹ അന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ആ നരകം എന്ന് പറയുന്നത് അതിൻ്റെ വഖൂദ്, അതിൻ്റെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് അന്നാസ് വൽ ഹിജാറ, ജനങ്ങളും കല്ലുകളുമാണ്. യാ സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞു, നരകത്തിൻ്റെ കാര്യം അത്ഭുതമാണ്. നിങ്ങൾ നോക്കൂ, ദുനിയാവിലെ തീ കത്തിക്കാൻ ഇന്ധനം വേറെ, എന്നിട്ട് ആ തീ കൊണ്ട് നമ്മൾ കത്തിച്ചെടുക്കുന്നത് വേറെ ആയിരിക്കും. നിങ്ങൾ നോക്കൂ, അടുപ്പ് കത്തിക്കാൻ വിറകിന്ധനമായി വെക്കും. എന്തിനാണ് നമ്മൾ ഈ അടുപ്പ് കൂട്ടിയത്? വേറൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ആണല്ലോ. അതിൻ്റെ ഇന്ധനം വേറെയാണ്. എന്നാൽ അതുകൊണ്ട് നമ്മൾ കത്തിക്കാനും ചൂടാക്കാനും ശ്രമിക്കുന്നത് മറ്റൊന്നായിരിക്കും. എന്നാൽ നരകത്തിൽ രണ്ടും ഒന്നാണ് എന്നാണ്. നഊദു ബില്ലാഹ്. വഖൂദുഹ അന്നാസു വൽ ഹിജാറ. ആളുകളെ കത്തിക്കാനാണ് നരകം, അവർ തന്നെയാണ് അതിൻ്റെ ഇന്ധനവും. നസല്ലാഹു സലാമ വൽ ആഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഖൂദുഹ അന്നാസു വൽ ഹിജാറ. അതിലെ ഇന്ധനം ആളുകളും കല്ലുകളുമാണ്. സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞു, കിബ്രീത്ത് എന്ന് പറയുന്ന അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന കല്ലുകളാണ്, അങ്ങേയറ്റം ചൂടുള്ള അതോടൊപ്പം അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്ന കല്ലുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് സലഫുകളിൽ പലരും പറഞ്ഞത് കാണാം. അതുപോലെ അള്ളാഹുവിന് പുറമെ അവരാരാധിച്ചിരുന്ന അവരുടെ ഇലാഹുകൾ, ആ കല്ലുകൾ കൊണ്ടുള്ള അവരുടെ പ്രതിഷ്ഠകൾ, അതും അവിടെ കത്തിക്കപ്പെടും. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ ലൗ കാന ഹൗലാഇ ആലിഹതൻ മാ വറദൂഹാ. നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും നരകത്തിലെ വിറകുകളാകുന്നു. അവർ യഥാർത്ഥ ഇലാഹുകളായിരുന്നുവെങ്കിൽ അവർ അതിൻ്റെ ഇന്ധനമായി വരികയില്ലായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് കാണാം. ഇത് നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥയാണ്.
ഉഇദ്ദത് ലിൽ കാഫിരീൻ, ഉഇദ്ദത് ലിൽ കാഫിർ, അത് കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഉഇദ്ദത് ലിൽ കാഫിരീൻ. ആ ആയത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു പാഠമുണ്ട്. എന്താണത്? നരകം അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നിലവിൽ അതുണ്ട്. സ്വർഗവും അതെ. അഹ്ലുസുന്ന, ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിലുള്ളവർ വിശ്വസിക്കുന്നു സ്വർഗവും നരകവും മഖ്ലൂഖത്താനി മൗജൂദത്താൻ, അത് രണ്ടും അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്, അത് രണ്ടും നിലവിലുണ്ട്. അതല്ലാതെ പരലോകത്ത് അള്ളാഹു അതിനെ പുതുതായി പടക്കുകയല്ല, നേരത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഉഇദ്ദത്തിൽ കാഫിരീൻ, അത് കാഫിറുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നു, തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് ധാരാളം തെളിവുകൾ ഖുർആനിലും ഹദീസിലും ഉണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാജ്ജത്തിൽ ജന്നത്തു വന്നാർ, സ്വർഗവും നരകവും പരസ്പരം തർക്കിച്ചു. അള്ളാഹു അവക്കിടയിൽ തീർപ്പ് പറഞ്ഞു. നരകത്തോട് പറഞ്ഞു, നീ എൻ്റെ ശിക്ഷയാണ്, നീ മുഖേന ഞാൻ എന്നോട് എതിരിട്ട മോശക്കാരായ ആളുകളെ ശിക്ഷിക്കും. സ്വർഗത്തോട് അള്ളാഹു പറഞ്ഞു, നീ എൻ്റെ റഹ്മത്താണ്, നീ മുഖേന എന്നെ അനുസരിച്ചവർക്ക് ഞാൻ റഹ്മത്തേകും. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഅദനത്തിൻ നാറു റബ്ബഹ, നരകം റബ്ബിനോട് അനുവാദം ചോദിച്ചു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, റബ്ബി അകല ബഅദി ബഅദാ, റബ്ബേ എൻ്റെ ചില ഭാഗം മറ്റു ചില ഭാഗങ്ങളെ തിന്നു തീർത്തു. കടുപ്പം കൊണ്ട്, നരകത്തിൻ്റെ ചൂടുകൊണ്ട്, അതിൻ്റെ കടുപ്പം കൊണ്ട് നോക്കൂ, അത് പരസ്പരം തിന്നു തീർത്തു. അതുപോലെ അത് ഗർജിക്കുമെന്നാണ്, ഗർജിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുറൻ വസഫീറ, സൂറത്തു ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞു, നരകത്തിൻ്റെ ആളുകളെ നരകം കണ്ടാൽ അതിനൊരു ഗർജനം അവർക്ക് കേൾക്കാൻ സാധിക്കും. ആ ആയത്ത് സുബ്ഹാനല്ലാഹ് പേടിപ്പെടുത്തുന്ന ആയത്താണ്. നരകത്തെ അവർ കണ്ടാൽ എന്നല്ല അള്ളാഹു പറഞ്ഞത്, പിന്നെയോ നരകം അവരെ കണ്ടാൽ അതിന് കാണുന്ന കണ്ണുകൾ ഉണ്ടാകും, സംസാരിക്കും, അത് ഗർജിക്കും, ശബ്ദമുണ്ടാക്കും എന്നാണ്. റബ്ബിനോട് അനുവാദം ചോദിച്ചു, എൻ്റെ ചില ഭാഗം ചിലതിനെ തിന്നു തീർത്തു. അങ്ങനെ റബ്ബ് അതിന് 2 നഫസിന് അനുവാദം കൊടുത്തു. 2 നഫസ്, നഫസ് എന്നാൽ നിശ്വാസം, ശ്വാസം പുറത്തേക്ക് വിടാനുള്ള അനുവാദം. നഫസുൻ ഫി ശിതാ വ നഫസുൻ ഫി സൈഫ്, ഒന്ന് ഉഷ്ണകാലത്തും ഒന്ന് ശൈത്യകാലത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന കൊടും ചൂട്, വേനലിൽ ഏറ്റവും കൊടിയ ചൂടിൻ്റെ സമയം, അത് നരകത്തിൻ്റെ നിശ്വാസമാണ്, അതിൻ്റെ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും കൊടിയ തണുപ്പ് അത് നരകം അതിൻ്റെ ഈ ശിതായിലെ ഒരു നഫസ് പുറത്തേക്ക് വിടുന്നതാണ്. നരകത്തിന് 2 കൊണ്ടും ശിക്ഷയുണ്ട് എന്നാണ്. ഉഷ്ണത്തിനും ശൈത്യത്തിനും എന്തെല്ലാം മറ്റ് കാരണങ്ങൾ പറയപ്പെട്ടാലും ഈ കാരണം മുസ്ലിമീങ്ങൾ വിശ്വസിക്കും, അതിൽ യാതൊരു സംശയവും മുസ്ലിമീങ്ങൾക്കില്ല. ഏറ്റവും കൊടിയ ചൂട്, അതിൻ്റെ ഏറ്റവും കടുത്ത സമയം നരകത്തിൻ്റെ ഒരു നിശ്വാസമാണ്, അതിൻ്റെ ഒരു ശ്വാസം അങ്ങ് പുറത്തേക്ക് വിട്ടതാണ്. അതുപോലെ ഏറ്റവും കൊടിയ തണുപ്പും അതിൻ്റെ ആ മൂർധന്യാവസ്ഥയും നരകം അതിൻ്റെ ഒരു നഫസ് പുറത്തേക്ക് വിട്ടതാണ്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടക്കുമ്പോൾ സഹാബത്ത് ഒരിക്കലൊരു ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ശബ്ദം എന്താണെന്ന് അറിയുമോ? ഹാദ ഹജർ, ഇതൊരു കല്ലാണ്. ഉൽഖിയ ബിഹി മിൻ ഷഫീരി ജഹന്നം മുൻദു 70 സന അൽആന വസല ഇലാ ഖഅരിഹാ. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ ഹദീസാണ്. ഈ ശബ്ദം അത് നരകത്തിൻ്റെ മുകൾ വക്കിൽ നിന്ന് ഒരു കല്ല് താഴേക്കിട്ടതാണ്. എപ്പോൾ? 70 കൊല്ലം മുൻപ്, 70 വർഷം മുൻപ്. ഇപ്പോഴാണത് അതിൻ്റെ അടിത്തട്ടിൽ പതിച്ചത്. അതിൻ്റെ ആഴം അത്രയുമുണ്ട് എന്നാണ്. 70 വർഷം മുൻപ് ഒരു കല്ല് നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ടു. 70 വർഷം അത് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ താഴെ തട്ടിൽ പതിക്കാൻ 70 കൊല്ലം വേണ്ടി വന്നു. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? അതുകൊണ്ടാണ് നോക്കൂ, അതിലേക്ക് എത്ര അതിൻ്റെ ആളുകളെ വലിച്ചെറിഞ്ഞാലും അത് നിറയുകയില്ല. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നാം നരകത്തോട് ചോദിക്കുന്ന ദിവസം,
അലിം തലഅത്തി, നീ നിറഞ്ഞുവോ? വതഖൂലു ഹൽ മിൻ മസീദ്, അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ ഹത്ത യദഅ അർ-റഹ്മാനു അലൈഹി ഖദമ, അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കാൽപാദം ആ നരകത്തിൽ വെക്കുവോളം, അതിനുമേൽ വെക്കുവോളം. റബ്ബിൻ്റെ ഖദം, അവൻ്റെ റിജിൽ എന്നും ഹദീസുകളിൽ കാണാം. അവൻ്റെ ഏത് സിഫത്തുകളും പോലെ അത് നമ്മൾ വിശ്വസിക്കുക. ഖദം എന്നാൽ ഖദം, കാൽപാദം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതിൻ്റെ രൂപം നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ സിഫത്ത്, റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പടപ്പിൻ്റേതും പോലെയല്ല. പടപ്പിനോട് സാദൃശ്യപ്പെടുത്തി അത് ചിന്തിക്കരുത്. അങ്ങനെ കാൽപാദം വെച്ചാൽ നരകം പരസ്പരം ചുരുണ്ടുകൂടും. എന്നിട്ട് റബ്ബിനോട് പറയും, ഖദ്, റബ്ബെ മതി മതി എന്ന് പറയും. അതുപോലെ സ്വർഗവും, സ്വർഗത്തിൽ ആളുകളെ പ്രവേശിപ്പിച്ചാലെല്ലാം, സ്വർഗം എത്ര പ്രവേശിപ്പിച്ചാലും അത് നിറയുകയില്ല. അതിലിങ്ങനെ ഫضൽ, ബാക്കി 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 സ്ഥലമുണ്ടാകും. എന്തു ചെയ്യും റബ്ബ് സുബ്ഹാനഹു വ തആല? ഫയുൻശിഉല്ലാഹു ലഹാ, അള്ളാഹു അതിനുവേണ്ടി അപ്പോൾ പ്രത്യേകം പടപ്പുകളെ പടക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല, ഒരു അമലും ചെയ്തിട്ടില്ല. അള്ളാഹു അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എന്തുകൊണ്ടാണ്? കാരണം സ്വർഗം അള്ളാഹിൻ്റെ ഫضലാണ്, റബ്ബിൻ്റെ ഔദാര്യമാണ്. നരകമോ റബ്ബിൻ്റെ ആദിലാണ്, അവൻ്റെ നീതിയാണ്. നരകത്തെ എന്ത് ചെയ്യുന്നില്ല റബ്ബ്? അവിടെ ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുതിയ പടപ്പിനെ പടച്ച് അവരെ നരകത്തിലാക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഒരാളും തൻ്റെ ദുശ്ചെയ്തി കാരണത്താൽ അല്ലാതെ നരകത്തിൽ പോവുകയില്ല. എന്നാൽ സ്വർഗ്ഗം അള്ളാഹിൻ്റെ ഫضലാണ്, അവൻ്റെ ഔദാര്യമാണ്. ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. അവൻ്റെ ഫضൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൊടുക്കും, അവൻ്റെ ഹിക്മത്തിനാൽ. അവൻ്റെ യുക്തി അതിന് പിന്നിലുണ്ട്. അതൊരാൾക്കും അതിൻ്റെ പേരിൽ റബ്ബിനെ കുറ്റം പറയാനാവില്ല. അവനൊരാളുടെ അനീതി ചെയ്തിട്ടില്ല. അവൻ്റെ ഫضലാകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നതാണ്, അവൻ്റെ ഔദാര്യം. സ്വർഗം മുഴുവൻ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകരെ മുഴുവൻ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചാലും അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല. ലോകരെ മുഴുവൻ അള്ളാഹു സ്വർഗത്തിലാക്കിയാലും അവർക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, ഫضലാണ്. മനുഷ്യർ, റബ്ബിൻ്റെ പടപ്പുകൾ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഫضലിനും അദ്ലിനും മധ്യയാണ്. ഒന്നുകിൽ അവൻ്റെ ഔദാര്യം, അല്ലെങ്കിൽ അവൻ്റെ നീതി. അല്ലാതെ ഒരിക്കലും അനീതി റബ്ബിൽ നിന്ന് ഒരു പടപ്പും പേടിക്കേണ്ടതില്ല. നോക്കൂ, മറ്റൊരു ഹദീസിൽ സലാത്തുൽ കുസൂഫിൻ്റെ, അതായത് ഗ്രഹണ നിസ്കാരത്തിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ടു, മുന്നോട്ട് നീങ്ങി, നരകം മുന്നിൽ കണ്ടു, പിന്നോട്ട് നീങ്ങി. ഇതെല്ലാം സ്വർഗവും നരകവും നേരത്തെ പഴക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. അതുപോലെ ലൈലത്തുൽ ഇസ്റാ, മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വർഗത്തിൻ്റെ ഒരു കൊട്ടാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവിടെ മുന്നിലുള്ള ഒരുവളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആരുടേതാണ്? ഇത് ഉമറിൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഉമറിൻ്റെ ഗൈറത്ത് ആലോചിച്ചുകൊണ്ട്, ഉമറിൻ്റെ രോഷം, ധാർമ്മിക രോഷം ആലോചിച്ച് അങ്ങോട്ട് കയറിയില്ല. ഉമർ ഇത് കേട്ടപ്പോൾ കരഞ്ഞു, റളിയല്ലാഹു അൻഹു. അലൈക അഗാറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോടാണ് ഞാൻ രോഷം കാണിക്കുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ ബിലാലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബിലാൽ, എന്താണ് നീ ഒരു പ്രത്യേകമായി ചെയ്യുന്ന അമൽ എന്താണ്? കാരണം നിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു, കാലടി ശബ്ദം ഞാൻ കേട്ടു. ബിലാൽ പറഞ്ഞു, നബിയെ, ഞാൻ എപ്പോൾ ഉദു മുറിഞ്ഞാലും ഉദു ചെയ്യും, എപ്പോൾ ഉദു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. ഉദു എപ്പോഴും നിലനിർത്തും. ഉദു മുറിയുന്നതിനെ പുതുക്കുക എന്നത് നല്ല കാര്യമാണ്. ലാ യുഹാഫിദു അലൽ വുദു ഇല്ലൽ മുഅ്മിൻ. വുദു എപ്പോഴും നിലനിർത്തുക ഈമാൻ്റെ ഭാഗമാണ്, മുഅ്മിനിൻ്റെ സ്വഭാവമാണ്. ഒരു നിസ്കരിക്കാനോ ഖുർആൻ മുസ്ഹഫ് എടുക്കാനോ ഒന്നും ഉദ്ദേശമില്ല എങ്കിലും വുദു മുറിഞ്ഞാൽ വുദു എടുക്കുക എന്നത് നല്ല അമലാണ്, നല്ല കാര്യമാണ്. വുദുവിൽ നിൽക്കുക എന്നത് എപ്പോഴും നല്ല കാര്യമാണ്. വുദു മുറിഞ്ഞാലൊക്കെ ഞാൻ വുദു എടുക്കും. അതുപോലെ വുദു എടുത്താലൊക്കെ എന്ത് ചെയ്യും? 2 റക്അത്ത് നിസ്കരിക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, ഇത് ഞാൻ പ്രതീക്ഷിക്കുന്ന ആ സ്വർഗം എനിക്ക് ലഭിക്കാൻ കാരണമായേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അമലാണ്. അർജ അമൽ എന്ന് പറയും. ഒരാൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു അമൽ. അങ്ങനെ അമലുടെ ഒരാൾ ഇഖ്ലാസോടെ ചെയ്ത അമലായിരിക്കണം ഒരാൾക്ക് ഏറ്റവും പ്രതീക്ഷ. അതെപ്പോഴും ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലായിരിക്കണമെന്നില്ല, ഖൽബിൻ്റെ പ്രവർത്തനവുമാകാം. അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ
പറഞ്ഞത് കാണാം, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, അള്ളാഹുവിൻ്റെ അരികിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടുള്ള എൻ്റെ സ്നേഹമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുപോലുള്ള അമലുകൾ അള്ളാഹുവിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന അമലുകളാണ്, യാതൊരു സംശയവുമില്ല. സ്വർഗവും നരകവും നേരത്തെ പടക്കപ്പെട്ടിട്ടുണ്ട്, നിലവിലുണ്ട്. ഇത് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ഇതിനെ നിഷേധിച്ച കക്ഷികളുണ്ട്. മുഅ്തസില എന്ന പിഴച്ച കക്ഷി ഇതിനെ നിഷേധിച്ചവരാണ്. ഇല്ല, അങ്ങനെ പടച്ചിട്ടില്ല. എന്നിട്ട് ഖൗമ് ചോദിച്ചു, എന്താ അതുകൊണ്ട് പ്രയോജനം? നേരത്തെ പടച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്ത് പ്രയോജനമെന്ന് തിരിഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു അവൻ്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? യാതൊരു സംശയവുമില്ല. ഒരു കാര്യം അതുകൊണ്ട് കാര്യമില്ലാതെ അള്ളാഹു പടക്കുകയില്ല. നോക്കൂ, ഖബറാളി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ ഖബറടക്കിയാൽ ഓരോ മനുഷ്യൻ്റെ ഖബറും ഒന്നുകിൽ റൗദത്തും മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഹുഫറത്തും മിൻ ഹുഫറിന്നാർ, സ്വർഗത്തോപ്പുകളിൽ ഒരു തോപ്പായിരിക്കും, അതല്ലെങ്കിൽ നരകക്കുഴികളിൽ ഒരു കുഴിയായിരിക്കും. ഏതൊരു ഖബറും, ഒരാളുടെ ഖബറും ഇങ്ങനെയല്ലാതെ ഇല്ല. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവൻ്റെ ഖബറിലേക്ക് തുറക്കപ്പെടും, അവൻ നല്ല മനുഷ്യനാണെങ്കിൽ. അള്ളാഹു കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിലെ സുഗന്ധവും അതിലെ വെളിച്ചവും പരിമളവുമെല്ലാം അവൻ്റെ ഖബറിലേക്ക് എത്തിച്ചേരും. അതല്ല എങ്കിൽ നരകത്തിൽ നിന്നുള്ള ഒരു വാതിൽ അവൻ്റെ ഖബറിലേക്ക് തുറക്കപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷുമാറാകട്ടെ. നരകത്തിലെ ദുർഗന്ധവും ചൂടുമെല്ലാം അവൻ്റെ ഖബറിലേക്ക് എത്തിച്ചേരും. ഇത് അള്ളാഹു സ്വർഗത്തെ നേരത്തെ പടച്ചതിൻ്റെ, നരകത്തെ നേരത്തെ പടച്ചതിൻ്റെ കാര്യങ്ങളിലൊന്നാണ്. അതിൻ്റെ കാര്യങ്ങളിലൊന്നാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിൽ അവിടെ പ്രവേശിച്ചിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗസ്ത്രീകൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ അയാളുടെ ദുനിയാവിലെ ഭാര്യ ഉപദ്രവിക്കുമ്പോൾ, വാക്കുകൾ കൊണ്ടോ മറ്റോ മോശമായത് പറയുമ്പോൾ, സ്വർഗത്തിൽ അവൻ്റെ ഇണ പറയുമെന്നാണ്, നീ അയാൾ ഉപദ്രവിക്കരുത്, കാരണം അയാൾ നിൻ്റെ അരികിൽ ഒരു സന്ദർശകൻ മാത്രമാണ്, ഞങ്ങളിലേക്ക് വന്നു ചേരാനുള്ളയാളാണ് എന്ന് സ്വർഗത്തിൽ സ്ത്രീ പറയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നോക്കൂ, അള്ളാഹു നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് സ്വർഗവും നരകവും. ഈ പാഠം ഈ ആയത്തിലുണ്ട്. ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്ന ആയത്തിലുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് അവൻ്റെ ഫദ്ലിനാൽ നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വർഗവും നരകവും ഓർമ്മപ്പെടുത്തിയത് സ്വർഗം ആഗ്രഹിക്കാനും നരകത്തെ ഭയപ്പെടാനും തന്നെയാണ്. അതിൽ യാതൊരു തകരാറുമില്ല. അത് നബിമാരുടെ സ്വഭാവമായിരുന്നു. അള്ളാഹുവിൻ്റെ നബിമാർ സ്വർഗം ആഗ്രഹിക്കുകയും നരകം പേടിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിഹസിക്കുന്ന വൃത്തികെട്ട ആളുകൾ, അവരുടെ പരിഹാസം ചെന്നു ചേരുക നരകത്തിനാണ്. സ്വർഗം ആഗ്രഹിക്കുന്നത് പരിഹസിക്കുന്നവരുണ്ട്, നരകത്തെ പേടിക്കുന്നതിനെ പരിഹസിക്കുന്നവരുണ്ട്. അവന് മനസ്സിലായിട്ടില്ല ഇത് എന്തിനാണ് പരിഹസിക്കുന്നത് എന്ന്. എന്നാൽ മുഅ്മിനീങ്ങൾ സ്വർഗം ആഗ്രഹിക്കുകയും നരകത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. അതിനുവേണ്ടി അമലുകൾ ചെയ്യുന്നു, യാതൊരു സംശയവുമില്ല, ഒരു കുഴപ്പവുമില്ല അതിൽ. അതെന്താവുകയില്ല, ഒരാളുടെ ഈമാനിന് കോട്ട. ഇങ്ങനെയൊക്കെ വാദഗതികളുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. സൂഫികൾ പറയാറുണ്ട്, ഞങ്ങൾ എന്തിനു വേണ്ടിയല്ല അമൽ ചെയ്യുന്നത്, സ്വർഗത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് വേണ്ടിയല്ല. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ ഒരു മുസ്ലിം പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു സൂഫി ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരാളിങ്ങനെ മുന്നിലെടുത്തിട്ട് പറയണത്, സ്വർഗം വേണ്ടിയില്ല, നരകത്തിലായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. റബ്ബെന്നെ നരകത്തിലാക്കിയാലും ഞാൻ തൃപ്തിപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞ സൂഫികളുണ്ട്. കാരണം എന്താ, അത് അള്ളാഹിൻ്റെ ഖദർ, അള്ളാഹിൻ്റെ വിധിയിൽ സമാധാനിക്കണം. സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ കക്ഷികളിൽ ഒരാൾക്ക് ദുനിയാവിലൊരു പരീക്ഷണം വന്നു, മൂത്രം പോകാത്ത രോഗം വന്നു. അപ്പോൾ അയാൾ പറഞ്ഞിട്ട്, റബ്ബൻ്റെ രോഗം ഇപ്പം മാറ്റി തന്നത് ഞാൻ ഇപ്പോൾ കാഫറാവും, ഞാൻ ഇപ്പം നിരീശ്വരവാദിയാവും. ദുനിയാവിലെ ഈ ഒരു പരീക്ഷണം സഹിക്കാൻ പറ്റാത്തവനാണെന്ത്,
തന്നെ നരകത്തിൽ അള്ളാഹു ആക്കിയാലും ഞാൻ സഹിച്ചോളാം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കൗമ് പൊതുവേ നോക്കി ഇത്തരം ആളുകളുടെ തനി നിറം റബ്ബ് സുബ്ഹാനഹു വ തആല വെളിച്ചത്തുകൊണ്ടുവരും. നിങ്ങൾ എപ്പോഴും നോക്കുക അങ്ങനെയായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സാഹിത്യകാരന്മാരെ? സാഹിത്യകാരന്മാർ എപ്പോഴും അങ്ങേയറ്റത്തെ സ്നേഹത്തെക്കുറിച്ച്, അമൂല്യമായ അതുല്യമായ പ്രണയത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നതാണ്. അയാളുടെ കുടുംബം നോക്കിയാൽ ഈ പറയുന്ന പ്രേമവും പ്രണയവും ഒന്നും ഉണ്ടാവില്ല, ഒക്കെ തകർന്ന് തരിപ്പണായിട്ടുണ്ടാവും. കാരണം ഇത്തരം തെറ്റായ വാദഗതികളിൽ ആളുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഈ വക ബലാലത്തുകളിൽ ആളുകളെ തടച്ചിടാൻ ശ്രമിക്കുന്നവർ അവർ തന്നെ തെളിയിക്കുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. വ്യാജവാദങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, അതല്ല, അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ചതാണ് സ്വർഗ്ഗം ആഗ്രഹിക്കാൻ, നരകം പേടിക്കാൻ. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദിനോട് വന്ന് പറയുകയാണ്, നിങ്ങളുടെയും മുആദിൻ്റെയും ആഗ്രഹവും നിങ്ങൾ എന്തിനാണ് നടക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, എന്താണ് എനിക്ക് സ്വർഗം കിട്ടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലഹ നുദന്ദിൻ, അതിനു വേണ്ടിയാണ് നമ്മളും പണിയെടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു ഹൗലഹ നുദന്ദിൻ, അതിനു വേണ്ടിയാണ്, സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളും പണിയെടുക്കുന്നത്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ ദുആയി പറയണം, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അള്ളാഹു ദുനിയാവിൽ ഹസനത്ത് തരണേ, പരലോകത്തെ ഹസനത്ത് തരണേ, നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാം ഇമാമുൽ അംബിയ ദുആ ചെയ്യുകയാണ്, വലാ തുഖ്സിനി യൗമ യുബഅഥൂൻ. അതുപോലെ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം, അള്ളാഹുവെ സുഖാഡംബരങ്ങളുടെ സ്വർഗത്തിൻ്റെ അനന്തരാവകാശികളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. അള്ളാഹു തന്ന ഫضൽ ആഗ്രഹിക്കുക എന്നത് യാതൊരു കുഴപ്പവുമില്ല. ദുനിയാവിലെ ഫضലാകട്ടെ, പരലോകത്ത് റബ്ബ് വാഗ്ദാനം നൽകിയതാണോ, നീ അത് ആഗ്രഹിച്ച് അമൽ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ചില വീരദോഷികൾ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യം വന്നാൽ ഒരാൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുന്നു, പ്രത്യേക ഒരു സാലിഹായ അമൽ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആ ആവശ്യത്തിന് വേണ്ടി നീ പ്രത്യേകം ഒന്നും ചെയ്യാൻ പാടില്ല. സഹോദരൻ, നീ ആവശ്യത്തിന് റബ്ബിനോടാണ് തേടുന്നത്, നിനക്ക് വേറെ ആരാണ് തേടാനുള്ളത്? നീ റബ്ബിനോടാണ്. അതിന് നീ എന്തിനു ഭയക്കണം, നീ എന്തിനു മടിക്കണം? റബ്ബിനോടാണ് നീ തേടുന്നത്, നീ പിന്നെ ആരോട് തേടും? അതുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്നത്, അവന് വേണ്ടി അവൻ്റെ ഫضൽ പ്രതീക്ഷിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. അത് അയ്യൂബ അലൈഹിസ്സലാം രോഗശയ്യയിലായി, രോഗബാധിതനായി ഒടുവിൽ അയ്യൂബ് അലൈഹിസ്സലാമിന് അള്ളാഹു ഷിഫ നൽകുകയാണ്. ഉർഖുദ് ബിറിജ്ലി, കാലിട്ടടിക്കുക, ഹാദാ മുഖ്തസലും ബാരിദു വ ശറാബ്, ഇതാ വെള്ളം, തണുത്ത വെള്ളം, കുടിക്കുക. കുടിച്ചപ്പോൾ ഉള്ളിലെ രോഗങ്ങളൊക്കെ പോയി. കാരണം അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിൽ 2 അവയവങ്ങളെ രോഗം ബാധിക്കാതെ ഉണ്ടായിരുന്നു എന്നാണ്, നാവും ഹൃദയവും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, ബാക്കിയൊക്കെ രോഗം ബാധിച്ചു എന്നാണ്. കുടിച്ചപ്പോൾ 18 കൊല്ലമാണ് രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചത്. 18 വർഷം. മക്കളൊക്കെ മരിച്ചു, സ്വത്തൊക്കെ നശിച്ചു, എല്ലാവരും ഉപേക്ഷിച്ചു പോയി. അയ്യൂബ് അലൈഹിസ്സലാമും ഭാര്യയും ജനങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഒരു സ്ഥലത്തിനടുത്ത് താമസിക്കേണ്ടി വന്നു എന്നാണ്. അലൈഹിസ്സലാം ഇതൊരു പരീക്ഷണമാണ്. ഒടുവിൽ റബ്ബ് വെള്ളം നൽകി, കുടിച്ചപ്പോൾ ഉള്ളിലെ രോഗമൊക്കെ പോയി, കുടിച്ചപ്പോൾ പുറത്തെ ഭാഗങ്ങളൊക്കെ പോയി. ആ സമയത്ത് സ്വർണത്തിൻ്റെ ഒരു ജറാത്ത്, സ്വർണത്തിൻ്റെ ഒരു വെട്ടുകിളി അവിടേക്ക് വീണു എന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായി നൽകിയതാണ്. അയ്യൂബ് അലൈഹിസ്സലാം തൻ്റെ വസ്ത്രം കൊണ്ട്, തുണി കൊണ്ട് അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചു, അത് പോകാതിരിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അയ്യൂബ് അലൈഹിസ്സലാമോട് ചോദിച്ചു, അയ്യൂബ്, ഇതിനേക്കാൾ നല്ലത് കൊണ്ട്, അതായത് ഇത് ആവശ്യമല്ലാത്തത് നിലക്ക് ഞാൻ നിനക്ക് നൽകിയിട്ടില്ലേ, ഇതിനിങ്ങനെ പിടിച്ചു വെക്കണോ? അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ബലായ ലാ ഗിനാ ബിഅൻ ബറകതിക്, പക്ഷെ റബ്ബേ നീ നൽകുന്ന ബറക്കത്ത് അതിനെ ഞാൻ എപ്പോഴും ആവശ്യക്കാരനാണ്, അത് വേണ്ടാത്ത സ്ഥിതി എനിക്ക് ഒരിക്കലുമില്ല. ലാ ഗിനാ ബിഅൻ ബറകതിക്. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിൻ്റെ ഖൈർ പ്രതീക്ഷ, അള്ളാഹു വാഗ്ദാനം നൽകിയാണ് സ്വർഗം, അള്ളാഹു ഭയപ്പെടുത്തിയതാണ് നരകം, അതിനുവേണ്ടി നീ അമൽ ചെയ്യുക, യാതൊരു തകരാറുമില്ലാതെ. അതാണ് അള്ളാഹുവിൻ്റെ നബിമാർ ചെയ്തത്.
സൂഫികൾ പറയുന്നത് പിഴച്ചവാദമാണ്. പക്ഷേ മനസ്സിലാക്കുക, ആ സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖം എന്താണ്? അത് റബ്ബിനെ കാണുക എന്നതാണ്. അതിനോളം വലുത് മറ്റൊന്നുമല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റബ്ബിനെ കാണാനെത്തുന്നവർക്ക് അവൻ ഒരുക്കി വെച്ച വിരുന്നാണ് യഥാർത്ഥത്തിൽ സ്വർഗം. അതാണ് സ്വർഗം. നുസുലൻ മിൻ ഗഫൂർ റഹീം. ഗഫൂർ റഹീമുമായ റബ്ബിൻ്റെ നുസുലാണ്, വിരുന്നാണ് സ്വർഗം. അവനെ കാണുക എന്നതാണ് ഏറ്റവും വലുത്. അവനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നും അവർക്ക് അതിനോളം ഇഷ്ടമുള്ളതാവുകയില്ല. അതാണ് ഏറ്റവും വലുത്, റബ്ബിനെ കാണുക എന്നത്. കാരണം അവർ കാണാതെ ഇബാദത്ത് ചെയ്ത അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുന്നത് എന്താണ്? ഏറ്റവും വലിയ പ്രതിഫലം അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത്. മുഅ്മിനീങ്ങൾ റബ്ബിനെ ഇബാദത്ത് ചെയ്തത് അവനെ കാണാതെയാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും റബ്ബിനെ കണ്ടിട്ടില്ല. എന്നിട്ടാണ് റബ്ബിനെ അവർ സ്നേഹിക്കുന്നത്, അവന് പ്രതീക്ഷ അർപ്പിക്കുന്നത്, അവനെ ഭയപ്പെടുന്നത്, അവന് സുജൂദ് ചെയ്യുന്നത്, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത്, അവനിലേക്ക് കൈകൾ ഉയർത്തുന്നത്, ഇതൊക്കെ റബ്ബിനെ കാണാതെയാണ്. അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകുന്നു. ഏറ്റവും വലിയ പ്രതിഫലം അവനെ കാണിച്ചു കൊടുക്കുക എന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കണം. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കുക, നരകം പേടിച്ച് ഭയപ്പെടുക, അതിൽ യാതൊരു കുറവുമില്ല. അതിൽ ഔന്നത്യമാണുള്ളത്, അതിൽ മഹത്വവും വലിപ്പവുമാണുള്ളത്. സൂഫികളുടെ തരം ഇതിനെതിരായ വാദഗതികൾ പിഴച്ചതാണെന്ന് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥ വഴിയിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.